സാറേ, എക്സ് മുസ്ലിം ആരിഫ് ഹുസൈൻ്റെ ഡോക്ടർ ആരിഫ് ഹുസൈൻ്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വൈറലായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്, ഞാനത് വായിക്കാം. സ്വന്തം മുണ്ട് പൊക്കി ആരും അറ്റം നോക്കാത്തിടത്തോളം, സ്വന്തം അണ്ണാക്കിൽ കലിമ ആരും നിർബന്ധിച്ച് ചെല്ലിക്കാത്തിടത്തോളം ചിലർക്ക് തീവ്രവാദം എന്നത് എമ്പുരാനിലെ 4-കിട ഷോട്ട് മാത്രമാണ്. ഇത് അദ്ദേഹം പറഞ്ഞത്, ഇതിപ്പോൾ വലിയ രീതിയിൽ ഇത് വ്യാപകമായിട്ട് ഇത് ഷെയർ ചെയ്യപ്പെടുകയാണ്. ഇത് പറഞ്ഞത് എം സ്വരാജിന് മറുപടിയായിട്ടാണ്. ഈ സ്വരാജ് യുദ്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൃത്യമായൊരു മറുപടിയല്ലേ ആരിഫ് ഹുസൈൻ പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന സംഭവാമി യുഗേ യുഗി എന്ന് പറയുന്ന വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കും. അങ്ങനെ സംഭവിച്ച ഒരു അവതാര പുരുഷനാണ് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിരുന്ന ആരിഫ് ഹുസൈൻ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം തൻ്റെ ഇടമായിട്ട് ആ സമുദായത്തിൽ നിന്ന് തന്നെയാണ് ആ സമുദായത്തിലെ പരിഷ്കാരങ്ങൾ വരേണ്ടത്. ആ പരിഷ്കാരം പുറത്തു നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ആത്മാർത്ഥതയുള്ള സത്യസന്ധനായിട്ടുള്ള ഇന്ത്യൻ പൗരനാണ് അദ്ദേഹം 100%. ഒരുപക്ഷെ ഈ സംഘപരിവാറിൻ്റെ എല്ലാ സംഘടനകളും കൂടി ചെയ്യുന്നതിനേക്കാൾ വലിയ സേവനമാണ് ഇസ്ലാമിലെ എല്ലാ പരിഷ്കരണവാദികൾ, സമസ്തയൊക്കെ പരിഷ്കരണവാദികളായ സംഘടനകളല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ സംഘടനകളെല്ലാം കൂടി ചെയ്യുന്നതിൻ്റെ ആകത്തുകയേക്കാൾ വലിയ സംഭാവനയാണ് ഒരു ഒറ്റയാൾ പട്ടാളമായിട്ട് അദ്ദേഹം നിന്ന് ചെയ്യുന്നത്. ഒരാളിൻ്റെ സപ്പോർട്ടില്ല, BJPയുടെ ഒന്നും ഒരു പിന്തുണയും ഇല്ല. സോഷ്യൽ മീഡിയ വഴിയുള്ള ക്യാമ്പയിനിലൂടെയാണ് അദ്ദേഹം ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നതിന് മറുപടി പറയാൻ ഒരു മതപണ്ഡിതനും ഒരു മൗലവിക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. വളരെ സത്യസന്ധമായിട്ടുള്ള ഹൃദയത്തോട് ചേർന്ന വസ്തുതകളാണ്. അദ്ദേഹം BJPയെ സപ്പോർട്ട് ചെയ്യുന്നുമല്ല, അവർ തെറ്റ് കാണിച്ചാൽ തെറ്റെന്ന് പറയാനുള്ള തൻ്റെ ഇടത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ സ്വരാജിൻ്റെ കാര്യത്തിലും കണ്ടു. സ്വരാജിനെ എടുത്ത് ഉടുത്തിരിക്കുകയാണ് ആരിഫ്. യുക്തിസഹമായിട്ട് ഇങ്ങനെ പണ്ട് പറയുന്ന ഒരു മുസ്ലിം എനിക്ക് ഓർമ്മ വരുന്നു, ഹമീദ് ചേന്ദമംഗലൂർ ആയിരുന്നു. ഹമീദ് ചേന്ദമംഗലൂരിൻ്റെ ഈ പരിഷ്കരണവാദം അല്ലെങ്കിൽ പൊളിച്ചെഴുത്ത് പലർക്കും ഇപ്പോൾ സ്വീകാര്യമല്ല. ദേശാഭിമാനിയും ഒരു കാലത്ത് മാതൃഭൂമിയും അദ്ദേഹത്തെ കൊണ്ടാടിയിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ ഇപ്പോൾ പിന്നാമ്പുറത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുക. കാരണം എന്താ? മുസ്ലിം വോട്ടാണ്. യാഥാസ്ഥിതിക മുസ്ലിങ്ങൾ, റാഡിക്കൽ മുസ്ലിങ്ങൾ ഒക്കെ ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഭൂരിപക്ഷവും ഈ റാഡിക്കലിസത്തിനോടൊപ്പമാണ് നിൽക്കുന്നത്. അവരുടെ വൈത്താരികൾ കേൾക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ സർക്കുലേഷൻ കുറയ്ക്കുന്ന കാര്യമാണെന്നതുകൊണ്ട് അവരെല്ലാം സ്വയം മാധ്യമങ്ങളായിട്ട്, മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ആ പേരിലുള്ളൊരു മാധ്യമം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ മാധ്യമങ്ങളായിട്ട് സ്വയം മാറിക്കൊണ്ട് കാലത്തിനെതിരെ നിൽക്കുകയും പിന്നോട്ടൊഴുകുകയും പിന്നടത്തം നടത്തുകയും ചെയ്യുക. പശ്ചാത്ഗമനമെന്ന് സംസ്കൃതത്തിൽ പറയുമല്ലോ, പിന്നടത്തമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിഷ്കരണവാദങ്ങളെ ഈ നവോത്ഥാനവാക്യങ്ങളാണ് അവർ പറയുന്നത്, ആ നവോത്ഥാനത്തെ പിന്തുണയ്ക്കുന്നില്ല. ഇപ്പോൾ ആരിഫ് ഹുസൈൻ പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, അതായത് വിശുദ്ധ ഖുറാൻ മാത്രം ആധാരമാക്കിയായിരിക്കണം ആ മതം മുന്നോട്ട് പോകേണ്ടത്. അല്ല, ഹദീസുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിതശൈലി ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, സബ്ജക്റ്റ് ടു കറക്ഷൻ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തീവ്രവാദത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന കാര്യം ഇതാണ്, കാഫിർ എന്നും മറ്റു വിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ ബഹുദൈവ ആരാധനയുള്ള മതങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മതത്തിൽ അല്ലെങ്കിൽ പ്രവാചകനിൽ വിശ്വസിക്കാത്ത മതങ്ങളൊക്കെ തന്നെ കാഫിറുകളാണ്, കാഫിറുകളുടെ മതങ്ങളാണ്. അതുകൊണ്ട് അവയിലുള്ള ആൾക്കാരെ കൊന്നാൽ ഇസ്ലാമിലുള്ള ആളുകൾക്ക് സ്വർഗം കിട്ടും എന്നാണ് പഠിപ്പിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രചോദനമായിട്ട് ഈ തീവ്രവാദികൾ കൊണ്ടാടുന്നതും അവരുടെ പ്രക്രിയ സർവസ്വത്തിൻ്റെയും കാരണക്കാർ ഇവർ തന്നെയാണ്. സാർ, അതിനെ പിന്തുണയ്ക്കാൻ നമ്മുടെ നാട്ടിൽ സ്വരാജിനെ പോലെയുള്ളവർ ഉണ്ട് എന്നല്ലേ ഈ ആരിഫിൻ്റെ പോസ്റ്റ് അല്ലെങ്കിൽ ആ മറുപടി വെളിപ്പെടുത്തുന്നത്? കാരണം സ്വരാജ് ഇവിടെ പറഞ്ഞത്, സ്വന്തം വീട്ടുമുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം, ബോംബ് വന്ന് വീഴാത്തിടത്തോളം കാലം ഇവിടെ ഒരുപാട് പേർക്ക് അതിർത്തിയിലെ പൂരം മാത്രമാണ് യുദ്ധം. ഒരു വലിയ നീണ്ട പോസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട് സ്വരാജ്. അതിനെ വിമർശിച്ചുകൊണ്ടാണ് ആരിഫ് ഹുസൈൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സ്വരാജ് എൻ്റെ സുഹൃത്താണ്, പക്ഷേ അദ്ദേഹത്തിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. സ്വരാജ് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ജനിച്ച ആളായിരിക്കണമല്ലോ, എന്നെപ്പോലെ തന്നെ. തീർച്ചയായിട്ടും എന്നെക്കാൾ വളരെ എത്രയോ പ്രായം കുറയുന്ന ആളാണ്. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം, വിഭജനത്തിൻ്റെ കലഹങ്ങൾ, അതിൻ്റെ ചോര നദികളായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൂടി വീട്ടുമുറ്റത്തു കൂടി ഒഴുകാത്തിടത്തോളം കാലം നിങ്ങൾക്കതിൻ്റെ വേദന അറിയത്തില്ല. ഹിന്ദുക്കൾ പലായനം ചെയ്തുകൊണ്ട് നേരിട്ട ഒരു വിഭജന കലഹം,
അന്ന് കൊല്ലപ്പെട്ടവരിൽ 99% ഹിന്ദുക്കളായിരുന്നു. 1947 ജിന്ന മുംബൈയിലെ ദന്തഗോപുരത്തിലിരുന്നു കൊണ്ട് ആഹ്വാനം ചെയ്ത ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ഹിന്ദുക്കളെ കാണുക, പിടിക്കുക, പിടികൂടുക, ട്രേസ് ദം, ഫൈൻഡ് ദം ആൻഡ് കിൽ ദം എന്നുള്ളതായിരുന്നു എൻ്റെ തത്വം. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ മുഹമ്മദ് അലി ജിന്നയും ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ഇരുന്നു കൊണ്ട് സുഹ്രവാദി ബംഗാളിലും പറഞ്ഞ ആഹ്വാനങ്ങളുടെ ഫലമായിട്ടാണ് കോടിക്കണക്കിന് ഹിന്ദുക്കൾ അന്ന് കൊല്ലപ്പെട്ടത്. അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നതും ഈ ഡയറക്റ്റ് ആക്ഷൻ്റെ ഫലമായിട്ടാണ്. അവരെല്ലാം തിരിഞ്ഞോടുകയായിരുന്നു പാകിസ്ഥാനിൽ നിന്ന്. അവരുടെ സ്വത്തുക്കൾ, സ്ഥാവര ജംഗമ വസ്തുക്കൾ മുഴുവൻ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. ആ ജീവനും കൊണ്ട് ഓടി വന്നവരെ പോലും കൊന്നു. അവരെ പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് ബലാത്സംഗം ഉൾപ്പെടെ വിധേയരാക്കി. ബയനിട്ടുകൊണ്ടുള്ള കുത്ത് ഗർഭപാത്രങ്ങളിലായിട്ട് അവരുടെ ഗർഭസ്ഥ ശിശുക്കൾ വരെ മരിച്ചു. ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ് ഗുജറാത്തിലെ, രാജസ്ഥാനിലെ, പഞ്ചാബിലെ, ഹരിയാനയിലെ, ഡൽഹിയിലെ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ. താങ്കൾക്കത് കാണേണ്ടി വന്നിട്ടില്ല. കാരണം ആ കലാപം കേരളത്തിലേക്ക് അന്ന് ബാധിച്ചിരുന്നില്ല. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഒന്നും ബാധിച്ചിരുന്നില്ല എന്നതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതമായിട്ട് അന്നിരുന്നു. അത് കണ്ടിരുന്നുവെങ്കിൽ, അതിൻ്റെ വേദന അനുഭവിച്ചിരുന്നുവെങ്കിൽ എന്തൊരു ക്രൂരമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇവിടെ കാശ്മീരിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ 26 നിരപരാധികൾ, വിനോദസഞ്ചാരികൾ, അവർ നാട് കാണാൻ വന്നു, ആഹ്ലാദിക്കാൻ വന്നു, അവരുടെ കയ്യിലെ പണം ചെലവഴിച്ച് കാശ്മീരിൽ ചുറ്റിക്കറങ്ങാൻ വേണ്ടി വന്നവരാണ്. അവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കൊല്ലപ്പെട്ടത്? അതിനൊരു തിരിച്ചടി നമ്മൾ കൊടുക്കേണ്ടതല്ലേ? അത് കൊടുക്കുമ്പോൾ അതിനെ ഇത്തരത്തിൽ വക്രീകരിക്കുന്നത് അത് ശരിയാണോ? വാസ്തവത്തിൽ ആരിഫ് ഹുസൈൻ അതല്ലേ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിന് ശരിയായിട്ടുള്ള ഇന്ത്യ എങ്ങനെ ചുട്ട മറുപടി തീവ്രവാദികൾക്ക് കൊടുത്തു, അതുപോലൊരു ചുട്ട മറുപടി തന്നെയാണ് ആരിഫ് ഹുസൈൻ കൊടുത്തത്. ആരിഫ് ഹുസൈന് മാത്രമേ അതിന് തൻ്റെ ഇടമുള്ളൂ. ഒരൊറ്റ ഹിന്ദുവിന് തൻ്റെ ഇടമില്ല. ആ വിഭജന കാലത്ത് തിരിച്ചടിക്കാൻ ഒരൊറ്റ ഹിന്ദുവിന് തൻ്റെ ഇടമുണ്ടായില്ല. അതുകൊണ്ടാണ് ഇത്രയും പേര്, നമ്മുടെ ഹിന്ദുക്കളായ കുട്ടികൾ ഉൾപ്പെടെ മരിച്ചുപോയത്. അത് ഒരു രാഷ്ട്രത്തിന് സഹിക്കാൻ പറ്റുന്ന ദുഃഖമല്ല. തളം കെട്ടി നിൽക്കുന്ന ഇന്നും മനസ്സുകളിലുണ്ടാ ദുഃഖം. അങ്ങനെ ഉണ്ടായ പാകിസ്ഥാനാണ് വീണ്ടും അവർക്ക് സ്വന്തമായിട്ട് രാജ്യം നമ്മൾ വിഭജിച്ച്, നെഹ്റുവും അതുപോലെ തന്നെ മൗണ്ട് ബാറ്റൻ പ്രഭുവും എല്ലാം കൂടെ ചേർന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും നമ്മളോട് ഈ ക്രൂരത കാണിക്കുന്നത്. സിന്ദൂര പൊട്ടിട്ടവരുടെ ഭർത്താക്കന്മാരെ കണ്ടിട്ട് കൊല്ലുക, ഈ പറഞ്ഞതുപോലെ ചോദിച്ച്, അതെ, കലിമ ചൊല്ലിച്ച്, ഉടുതുണി അഴിച്ച്, അടിവസ്ത്രം വരെ അഴിച്ച് പരിശോധിച്ചിട്ട് കൊലപ്പെടുത്തുക, സുന്നത്ത് ചെയ്തതാണോ എന്ന് നോക്കിയിട്ട് കൊല്ലപ്പെടുത്തുക എന്ന് പറഞ്ഞ എന്ത് വൃത്തികെട്ട രീതിയാണ് നിങ്ങൾ. എന്തൊരു ആക്ഷേപമാണ്. ഇന്ത്യക്കകത്ത് കയറി വന്നിട്ട് ഇമാതിരി തെമ്മാടിത്തം കാണിക്കുമ്പോൾ അതിനെ അനുകൂലിക്കാൻ ഇവിടെ കുറെ MA ബേബിമാരുണ്ട്. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ആചാര്യനായ MA ബേബി പറഞ്ഞതെന്താ, 370 വകുപ്പെടുത്തി വിടുന്നു. അതുകൊണ്ട് സുന്നത്ത് ചെയ്തവരെ സുന്നത്ത് ചെയ്യാത്തവരെ നോക്കിക്കൊന്നാണെന്ന് ന്യായീകരിച്ച പോളിറ്റ് ബ്യൂറോയുടെ തലപ്പത്തിരിക്കുന്ന ദേശീയ സെക്രട്ടറിയാണ് CPM-നുള്ളത്. അതിൻ്റെ ശിഷ്യൻ പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ എന്താ കുറ്റം? എപ്പോഴും പാകിസ്ഥാൻ എങ്ങനെ ഇന്ത്യയെ ബ്ലീഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അതുപോലെ ഇന്ത്യയെ ബ്ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദുഷ്ട മനസ്സുകളോട് കൂടിയ കുറേ CPM-കാരുണ്ട്. എല്ലാവരും ഞാൻ പറയുന്നില്ല. പിണറായി വിജയൻ അഭിനന്ദിച്ചു, പാകിസ്ഥാൻ തക്കതായ ശിക്ഷ കൊടുത്തതിന് ഇന്ത്യൻ പട്ടാളത്തെ അഭിനന്ദിച്ചു. അദ്ദേഹത്തിൻ്റെ കീഴിലിരുന്നു കൊണ്ട് ഇസ്ലാമിക വോട്ട് ബാങ്ക് സ്വന്തമാക്കാൻ വേണ്ടി, അവരെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന തെമ്മാടിത്തങ്ങളാണ് ഇതുപോലുള്ള ജൽപ്പനങ്ങൾ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. സ്വരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരു ജനപ്രതിനിധിയായിട്ടിരുന്ന ആള് എന്തും വിളിച്ചു പറയാം. ഇന്ത്യ രാജ്യത്ത് സ്വരാജിൽ നിന്ന് നമുക്കിത് പ്രതീക്ഷിക്കാം സാർ. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ ആളാണ്. അത്ര ഗുരുത്വമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഹദീസ് അങ്ങനെ ആയിരിക്കാം, അതങ്ങനെ ആയിക്കോട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പാകിസ്ഥാൻ്റെ തീവ്രവാദികൾ നമ്മളെ ഏൽപ്പിച്ച മുറിവിനേക്കാൾ വലിയ മുറിവാണ് നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ വാക്കുകൾ ഒരു ഇന്ത്യക്കാരനെ ഏൽപ്പിക്കുന്നത് എന്ന് പറയാം. പേടിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തെന്നിരിക്കുക ആൾക്കാർ നിങ്ങളുടെ ഗുണ്ടായിസം പറയുന്നുണ്ട്, നിങ്ങളുടെ പാർട്ടിയുടെ ഗുണ്ടായിസം പറയുന്നുണ്ട്. പക്ഷേ മനസ്സിൽ അപ്പോഴും അവർക്കൊരു വേദനയുണ്ടാകും, രോഷമുണ്ടാകും എന്നുള്ള ഓർമ്മ വേണം. ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഒരു വോട്ട് ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ വോട്ട് കിട്ടാം. ആ വോട്ടിന് വേണ്ടി ഈ മനസാക്ഷിയെ വഞ്ചിക്കരുത് സുരാജ്.